മാധ്യമരംഗത്തെക്കുറിച്ചുള്ള അവബോധം ലക്ഷ്യമിട്ട് അത്തോളി ന്യൂസ് റീഡേഴ്സ് ഫോറം മാധ്യമ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനകീയ പങ്കാളിത്തം കൊണ്ടും നൂതന പരിശീലനം കൊണ്ടും ക്യാമ്പ് ശ്രദ്ധേയമായി. മാധ്യമരംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും സിറ്റിസൺ ജേർണലിസ്റ്റുകൾക്കും സൗജന്യമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. PRD ഡെപ്യൂട്ടി ഡയറക്ടർ KT ശേഖർ ഉദ്ഘാടനം ചെയ്തു. സമൂഹ മാധ്യമം ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് KT ശേഖർ പറഞ്ഞു. പത്രവാർത്തയുടെ കണ്ടന്റ് ലളിതമായ ഭാഷയിലാകണം. വാർത്ത നൽകും മുമ്പ് സൂക്ഷ്മമായ വിശകലനം ആവശ്യമാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന് ഇക്കാലത്ത് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറച്ച് നേരത്തെ എത്തിപ്പെട്ടാൽ എന്താണ്, വേറെ നമുക്ക് കുറെ സ്റ്റോറീസ് കിട്ടും. സൈഡ് സ്റ്റോറീസ് എന്ന് പറയും അല്ലെ. മെയിൻ സ്റ്റോറിന്റെ കുറെ സൈഡ് സ്റ്റോറീസ് കിട്ടും. ആ സൈഡ് സ്റ്റോറീസ് എങ്ങനെയാ കിട്ടുന്നത്? നമ്മൾ നേരത്തെ പോകണം. നമ്മൾ ആ പരിപാടി നടക്കുന്ന അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്നിടത്തിൽ ഒരു മിനിറ്റ് മുന്നേ പോയാൽ നമുക്ക് അവിടെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടും അല്ലെ. മറ്റുള്ളവര് പറയുന്നതിന് മുമ്പ് നമ്മൾ സമൂഹത്തോട് പറയുമ്പോഴാണ് എന്ത് ചെയ്യാ, അത് എന്താവാ, എക്സ്ക്ലൂസീവാ അല്ലെ. ഓൺലൈൻ മീഡിയ സാധ്യതകളും പ്രതീക്ഷകളും എന്നതിനെ കുറിച്ച് ട്രൂവിഷൻ മാനേജിംഗ് എഡിറ്റർ KK ശ്രീജിത്ത് ക്ലാസ് എടുത്തു. മാധ്യമപ്രവർത്തകരായ സുനിൽ കൊളക്കാട്, MK ആരിഫ്, അജീഷ് അത്തോളി, സൈക്കോളജിസ്റ്റ് VP സപ്ന എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ സർട്ടിഫിക്കറ്റും ഹെൽത്ത് കാർഡും വിതരണം ചെയ്തു. സജി ഏലിയാസ്, V ഷിജു, KP ഷിജിൽ, പ്രസ് ക്ലബ് സെക്രട്ടറി MK ആരിഫ്, AS ആവണി എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, അത്തോളി. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.